പോഷക സംഘടനകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുമായി സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും. ലീഗ് അനുകൂല വിഭാഗത്തിന്റെ കയ്യിലായിരുന്ന ജമായത്തുൽ മുഅല്ലിമീൻ ഔദ്യോഗിക പക്ഷം പിടിച്ചെടുത്തതോടെയാണ് ഇത്തരം നീക്കങ്ങൾക്ക് തുടക്കമായത്. 14 പോഷക സംഘടനകളാണ് ഇ.കെ. വിഭാഗം സമസ്തയ്ക്കുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഈ പോഷക സംഘടനകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുമായി സമസ്തയിലെ ഇരുവിഭാഗങ്ങളും, പ്രത്യേകിച്ച് ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും ശ്രമിക്കുമ്പോൾ അത് ഏതു രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക? നിലവിൽ മദ്രസ അധ്യാപകരുടെ കൂട്ടായ്മയായ ജമയത്തുൽ മുഅല്ലിമീന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ബഹാവുദ്ദീൻ നദ്വിയെ മാറ്റി വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസിയെ നിയമിച്ചത് സമസ്തയിലെ ലീഗ് അനുകൂലികൾക്ക് കനത്ത തിരിച്ചടിയായിരുന്നു. ഇതിനെ തുടർന്നാണ് സമസ്തയിലെ പോഷക സംഘടനകളെ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം സമസ്തയിലെ ലീഗ് അനുകൂലികളുടെ ഭാഗത്തു നിന്ന് എന്തായാലും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഈ സമസ്തയുടെ പ്രധാന പോഷക സംഘടനകളാണ് SKSSF-ഉം അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനയായ SYS തുടങ്ങിയ സംഘടനകളൊക്കെ തന്നെ. ഈ സംഘടനകളുടെ ഈ സംഘടനകളുടെ ഒക്കെ ഭാരവാഹിത്വം ഏറ്റെടുക്കാനുള്ള ഒരു നീക്കമാണ് സമസ്തയിലെ ലീഗ് അനുകൂലികളുടെ ഭാഗത്ത് നിന്ന് നിലവിൽ ഉണ്ടാകുന്നത്. മാത്രമല്ല, 14 പോഷക സംഘടനകളാണ് ഇത്തരത്തിൽ സമസ്തയ്ക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളത്. ഇത് പല പോഷക സംഘടനകളുടെയും തലപ്പത്ത് ലീഗ് അനുകൂല വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ലീഗ് അനുകൂല വിഭാഗത്തിന് സമസ്തയ്ക്കു അകത്ത് നിന്ന് ഒരു വലിയ മേൽക്കൈ കിട്ടുന്നുണ്ട് എന്നൊരു ധാരണ സമസ്തയ്ക്കുള്ളിലെ ലീഗ് വിരുദ്ധർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സമസ്തയിലെ ലീഗ് അനുകൂലികളുടെ കയ്യിലുള്ള സമസ്തയിലെ വിവിധ പോഷക സംഘടനകളുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് ലീഗ് അനുകൂലികളെ മാറ്റി ലീഗ് വിരുദ്ധരായിട്ടുള്ളവർക്ക് അതിൽ നേതൃത്വം നൽകണം, അല്ലെങ്കിൽ അതിന്റെ ഉന്നതിയിലേക്ക് അവർ എത്തിക്കണമെന്ന തർക്കമാണ് ഇപ്പോൾ സമസ്തയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സമസ്തയിൽ 2 വിഭാഗങ്ങൾ, ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിൽ കാലങ്ങളായി പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഇത്തരത്തിൽ ലീഗ് അനുകൂലി ആയിട്ടുള്ള ഒരാളെ മാറ്റി ലീഗ് വിരുദ്ധരെ ഈ സമസ്തയിലെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ നിയമിച്ചതിൽ വലിയ അമർഷം സമസ്തയ്ക്കകത്ത് ഉണ്ട്. എന്തായാലും ഈ പ്രശ്നം, ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പ്രത്യേക ഒരു സംഘത്തെയൊക്കെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഈ സംഘത്തിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് തന്നെ ഈ സമസ്തയ്ക്കകത്തുള്ള ഈ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.